അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ വന്നിട്ടുള്ളത് വേറെ ഒന്നിനുമല്ല, നിങ്ങൾക്കൊരു അപ്ഡേഷൻ തരാനാണ്. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു, ഞാൻ വെള്ളിമാട് കുന്നിലേക്ക് പോവുകയാണേ പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് അൽഹംദുലില്ലാ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലായിരുന്നു പോയത്. ഓളെ മോൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് പോയതാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് റാഹത്തായി അൽഹംദുലില്ലാ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്ന് ഞാനും ഉമ്മയും വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ സേഫായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത് വേറെ ഒന്നുമല്ല, അതായത് അഫീൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുന്ന ആ ഒരു കുറച്ച് ഭാഗങ്ങളൊക്കെ, കുറച്ച് ക്ലിപ്പിങ്സൊക്കെ ഇതിലും എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റിയില്ല, വേറെ ഒന്നുമല്ല. രാവിലെ ആയപ്പോൾ എന്താണെന്നറിയില്ല, നല്ല പനി കേട്ടോ. നല്ല പനിയെന്ന് വെച്ചാൽ നല്ല പനിയും തലവേദനയും. അപ്പോൾ തീരെ വയ്യായിരുന്നു. അപ്പോൾ എന്തായാലും ഓട്ടോന് വരാൻ പറഞ്ഞും പോയി. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടത്, അപ്പോൾ ചെമ്പ റൈസിൻ്റെ പുട്ടുണ്ട്, പൊറോട്ട ഉണ്ട്, നൈസ് പത്തിരി ഉണ്ട്. അപ്പോൾ പൊറോട്ട ആണ് ഞാൻ കഴിച്ചത്. എനിക്ക് പൊതുവേ പുട്ട് വലിയ ഇഷ്ടമല്ല, തള്ളുന്നതുകൊണ്ടൊന്നുമല്ല കേട്ടോ, എനിക്ക് എന്തോ ലൈക്കല്ലാത്തൊരു സംഭവമാണ്. പിന്നെ പ്രത്യേകിച്ച് ചെമ്പ റൈസ് അതെനിക്ക് തീരെ ഇഷ്ടമല്ല, അമ്മക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓൾ അങ്ങനെ ആക്കിയത്. പിന്നെ പാക്കിൽ കിട്ടുമല്ലോ പൊറോട്ട, അപ്പോൾ പിന്നെ അങ്ങനെ പൊറോട്ടയുണ്ട്, ചിക്കൻ കറി ആയിരുന്നു രാവിലെ. ഇത് വേറെ എവിടേക്ക് പോവല്ല കേട്ടോ, നാട് വീടൊന്നുമല്ല. എൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴുള്ള ലഗേജ് അങ്ങോട്ട് പോകുമ്പോഴും ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് വരുമ്പോഴും ഉണ്ടായിരുന്നു. എൻ്റെ ഉമ്മാൻ്റെയും ബാഗും പിന്നെ ഹാഫി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊറോട്ടൻ്റെതും തന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പോയിട്ട് വെക്കണ്ടല്ലോ വിചാരിച്ചിട്ട് പൊറോട്ട തന്നിട്ടുണ്ടായിരുന്നു, ഓളുണ്ടാക്കിയ പലഹാരങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു, ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് 2 കവറിലുള്ളത്. പിന്നെ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എന്താ പറയുക, ഓട്ടോന് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അലിമോന് അറിയില്ല കേട്ടോ, ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഞാൻ വീൽ ചെയറിലിരിക്കുമ്പോൾ എന്താ പറയുക, അലി ഞാൻ പോവാന്നൊക്കെ പറയുമ്പോൾ ഓന് മനസ്സിലാകുന്നില്ല. കാരണം ഡെയിലി ഓൻ കാണണമാണല്ലോ എന്നെ. അപ്പോൾ ഓന് വേഗം ഫ്രഷായി. ഇന്ന് നഴ്സറി ഒന്നും ഇല്ലല്ലോ, ശനിയാഴ്ച ആണല്ലോ. അപ്പോൾ എന്താ പറയുക, ഭയങ്കര ഒരു ചെറിയ പനി ഓനക്കുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഓൻ്റെ പനി കിട്ടിയതാണോ എന്നറിയില്ല. അപ്പോൾ ആ ഇതിലും കേട്ടോ കുറച്ച് ക്ലിപ്പിങ്സൊക്കെ ഇവിടെ ഇങ്ങനെ എടുത്തത്. അപ്പോൾ അറിയില്ല കരിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. ഞാനും ഇങ്ങനെ പറയുന്നുണ്ട്, കുറേ ദിവസം നിന്നാൽ അങ്ങനെയാണല്ലോ, പെട്ടെന്ന് ഒരാഴ്ചക്കൊക്കെ കഴിഞ്ഞ് വരികയാണെങ്കിൽ കുഞ്ഞുങ്ങൾ നല്ല. അലി ഓട്ടോ വന്ന്, അലി ഓട്ടോ വന്ന്, സാലിക്കാക്ക വന്നേ, സാലിക്കാക്ക ഓട്ടോ വന്നേ. അലി ഓട്ടോ വന്നേ, നമ്മള് പോട്ടെ പോട്ടെ. സാലിക്കാക്ക വന്നേ. സാലിക്കാക്ക എന്താ എനിക്ക് തന്നേ? ചോക്ലേറ്റ്. താങ്ക് യു പറയ്, താങ്ക് യു പറയ്, താങ്ക് യു പറയ്, പറയ് താങ്ക് യു പറയില്ല. കേറ് സാലി കേറ്. അലിമോന് ഭയങ്കര കൂട്ടാട്ടോ അവനായിട്ട്, സാലിനിയായിട്ട്. ഓന് എന്താ പറയുക, ബർത്ത്ഡേക്ക് മിഠായി വാങ്ങാൻ കഴിയാത്തതുകൊണ്ട് ഇപ്രാവശ്യം നബാട്ടി വാങ്ങിക്കൊടുത്താട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ ഞെട്ടി. കാരണം ടേബിളിലുണ്ട് ഇത്രയും പലഹാരങ്ങളൊക്കെ അവൾ ഉണ്ടാക്കി, ഇതൊക്കെ അഫി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഉമ്മയും ചോദിച്ചു, ഇതൊക്കെ ഈ എപ്പോഴാണ് ഉണ്ടാക്കിയെന്ന്. ചോറും കറിയും ഒക്കെ വെച്ച് അതിന് കൂട്ടത്തിലാണ് ഇപ്പോൾ ഇതും വെച്ചത് കേട്ടോ. അപ്പോൾ അവളിങ്ങനെയാണ്, ഭയങ്കര സൽക്കാരപ്രിയ കേട്ടോ ആൾ. അപ്പോൾ എന്താ പറയുക, ഓളെ ഫ്രണ്ടും ആണ്. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ പോവല്ലേ, ഞാനും ഉമ്മയും. അപ്പോൾ ഞാനൊന്നും കഴിച്ചില്ല കേട്ടോ, എനിക്ക് നല്ല പനിയായിരുന്നു. അപ്പോൾ എന്നോട് ഓള് പറഞ്ഞു, ഞാൻ എന്തായാലും എനിക്ക് പാക്ക് ചെയ്യേണ്ടത് ഇതൊക്കെയാണ്. അങ്ങനെ പിന്നെ ബാറ്ററി ഒക്കെ എടുത്ത് അഴിച്ച് മാറ്റി എന്നെ ഓട്ടോയിലേക്ക് ആക്കി തന്നതിന് ശേഷം പിന്നെ എൻ്റെ വണ്ടി എന്താ പറയുക, ജാസിയും ഓനും കൂടി വണ്ടി ഓട്ടോയിലേക്ക് വെച്ച് അലിമോനെ അങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ അലിമോനെ ഒന്നും മിണ്ടുന്നില്ല, മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ എന്തോ പോലെ കേട്ടോ, ഭയങ്കര സങ്കടം എനിക്കും ഉണ്ട്. കാരണം എൻ്റെ ഷോർട്സ് കണ്ടിട്ടോ രാത്രി ഇങ്ങനെ ഉറങ്ങാൻ, ഞാൻ ഉറങ്ങിയിട്ടാണ് എൻ്റെ അടുത്ത് നിന്ന് എടുത്ത് കൊണ്ടുപോവുക. കാരണം വേറെ ആരതും പറ്റില്ല. ഞാൻ ചെയ്തിട്ടുള്ള ഫുള്ള് റീൽസ് ഭയങ്കര ഇഷ്ടമാട്ടോ. തെച്ചി അത് വെക്ക് പറയും, എന്നിട്ട് പെട്ടെന്ന് അങ്ങ് ഉറങ്ങും കേട്ടോ. അങ്ങനെയാണ്. അപ്പം ഇനിയിപ്പോൾ ഇന്നെന്താണെന്ന് അറിയില്ല. പിന്നെ നമ്മളതിലും ജാസ്തി ഇങ്ങനെ എപ്പോഴും പറയുന്നുണ്ട്, എത്ര ദിവസമായി പറയുന്നറിയോ. ഇപ്പോൾ ഓട്ടോയിൽ കയറി എപ്പോഴും പറയുന്നത് തിങ്കളാഴ്ച പോവാന്ന്.
അങ്ങനെ പിന്നെ ഇതിൽ ചോദിക്കാൻ ഇനി തെച്ചി എപ്പോഴാന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇൻഷാ അള്ളാ ഇനിയിപ്പോൾ ജാസിയുടെ ബർത്ത്ഡേ ഉണ്ട്, അപ്പോൾ വരാമെന്നല്ല, അവർ എൻ്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ദിലുവിൻ്റെ ബർത്ത്ഡേക്ക് വരാൻ പറഞ്ഞു. പക്ഷെ ജാസിൻ്റെ ആ കണ്ണ് തുടക്കിയിൽ എനിക്ക് ഭയങ്കര എന്തോ ഒരു ഹേർട്ട് ചെയ്തിട്ടോ, ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെതാ ഞാൻ പിന്നെ ഒന്നും എടുത്തിട്ടില്ല. എനിക്ക് സങ്കടം ഉണ്ടായപ്പോൾ ഞാൻ പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല. എൻ്റെ വീട്ടിലുള്ള അവസ്ഥ അപ്പോൾ കാണുന്നത് അൽഹംദുലില്ലാ എൻ്റെ വീട്ടിൽ കണ്ടിട്ട് മറ്റേ ഈ ഭാർഗവി നിലയം പോലെ തോന്നുക കേട്ടോ. കാരണം എന്തെല്ലോ ആയിട്ടുണ്ട്, ആ കസാലൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ പൂച്ചയാണോ നായാണോ കയറിയ കാൽപ്പാട് കാണുന്നുണ്ട്. അപ്പോൾ ഉമ്മ പറഞ്ഞു ഞാൻ എവിടെ നിന്നാ ഇപ്പോൾ തുടങ്ങാമെന്ന്. കാരണം ഞാനാണെങ്കിൽ ഉമ്മ പറഞ്ഞു ഈ അവിടെ തന്നെ നിൽക്കുന്നത്, അതായത് ഞാൻ വീൽ ചെയറുമായിട്ട് അവിടെ തന്നെ ഇരുന്ന്. പിന്നെ ഇപ്പം ഇനി അടിച്ച് വരാണ്ട് മുറ്റം, അതിന് മുന്നേ അകത്ത് കയറണമല്ലോ. അകത്ത് കയറണമെങ്കിൽ ഉമ്മക്കാണെങ്കിൽ അല്ലെങ്കിൽ വസുവാസ്. അപ്പം ഉമ്മ പറഞ്ഞ് കഴുകട്ടേന്ന്. അങ്ങനെ പിന്നെ പുറത്ത് ടാപ്പും കാര്യങ്ങളും ഉള്ളതിനോണ്ട് വെള്ളം എടുത്ത് അവിടെ മുറ്റം എന്താ പറയുക കഴുകുന്ന ഒരു ബ്രഷ് ഉണ്ട്, അതൊക്കെ എടുത്ത് ബ്രഷ് ഇട്ട് കഴുകി 7 വട്ടം കഴുകി പിന്നെ 3 വട്ടം തുടച്ച് അങ്ങനെ സുന്ദരിയാക്കിയിട്ടുണ്ട് കേട്ടോ. കൂട്ടത്തിൽ എൻ്റെ വണ്ടിയും കഴുകാൻ അമ്മ മറന്നിട്ടില്ല കേട്ടോ, അത് പിന്നെ മസ്റ്റാണല്ലോ. അപ്പോൾ വണ്ടിയും കഴുകി വൃത്തിയായി. പിന്നെ അമ്മ ഇങ്ങനെ ആ തുടയ്ക്കുന്ന ആ ഒരു ക്ലിപ്പിങ്സ് ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ കുറച്ച് ഭാഗം ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല, ഇങ്ങനെ ആക്കി മാറ്റി ഫുള്ള് കഴുകി വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ആ ടാസ്ക് കംപ്ലീറ്റ് ആയി. കുറച്ചൊക്കെ സിറ്റ് ഔട്ട് ഫുള്ള് വെള്ളം വൈപ്പർ കേടായതുകൊണ്ട് തന്നെ ഫുള്ള് എന്താ പറയുക മോപ്പിട്ടിട്ടാട്ടോ തുടച്ചെടുത്തത്. അപ്പോൾ കുറച്ച് ഞാനും ഉമ്മനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഏതായാലും വണ്ടിയൊക്കെ കഴിക്കിയതല്ലേ, അപ്പോൾ പിന്നെ ഞാനും എന്താ പറയുക ഒന്നും സിറ്റ് ഔട്ട് ജസ്റ്റ് ഒക്കെ ഒന്ന് തുടച്ചു കൊടുത്തു. അങ്ങനെ പിന്നെ ഞാനും ഫ്രഷ് ആവാൻ പോയി, ഉമ്മയും ഫ്രഷ് ആവാൻ പോയി. അപ്പോൾ ഈ ഓൺ വോയിസ് കൊടുക്കുന്നതിന് ഞാൻ നൈറ്റാണ്. അപ്പോൾ ഇൻഷാ അള്ളാ അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. ഇനി അങ്ങോട്ട് ഇൻഷാ അള്ളാ വീഡിയോസ് ഇടാവുന്നതാണ്. കുറേ ആയി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ കുറേ സജി ആയാലും ഷക്കീലായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് സന്തോഷം. ഇൻഷാ അള്ളാ ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും.